ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 86 800120. എന്റെ സിദ്ധു, ഞാൻ പറഞ്ഞല്ലേ എന്നെ മേലെ മേലെ വിളിക്കരുതെന്ന്. സിദ്ധു കേട്ടോ, ഞാനിപ്പോ നേരെ നിന്റെ വീട്ടിലോട്ടാ പോകുന്നത്. എന്തായാലും നിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിന്റെ അച്ഛനും അമ്മേനെയും പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്നിട്ട് എന്റെ കല്ലുനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോരും. എന്ത്? അപ്പൊ നിനക്കും ഡിവോഴ്സ് ഒപ്പിട്ട് തരാൻ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയായിരുന്നത് അങ്ങനെ വരത്തുള്ളൂ എന്ന്. അതുകൊണ്ട് ഫോൺ വൈ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഹലോ ഓ, എനിക്ക് എന്തോ എനിക്ക് വല്ലാത്ത പ്രശ്നമാണല്ലോ. എന്താ ഓ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഞാൻ അവിടെ ഉണ്ടെന്നാ ഞാൻ ഇടപെടും. കാരണമേ താൻ കെട്ടിയത് എന്റെ ചേച്ചിയാണ്. എന്റെ ചേച്ചിക്ക് ഒരു പ്രശ്നം പിന്നെ ഞാൻ താമസോ തന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. താൻ കൂടുതൽ വെള്ളത്തിലെടുത്ത ഉണ്ടല്ലോ. ആ അളിയനാ തേങ്ങ മര്യാദയല്ല തനിക്ക്. ഞാൻ വെല്ലം വിളിച്ചാൽ പറയാം. താൻ അവിടെ മരുഭൂമി പോയി കിടന്ന് കിളയടോ കിള. അവിടെ നാട്ടില് ഭാര്യ മക്കളെ ഇട്ടിട്ട് അവിടെ പോയാണെങ്കിൽ പിന്നെ എന്തിനൊരു തേങ്ങയ്ക്കാണോ താൻ കെട്ടിയേ? കല്യാണം കഴിച്ചാൽ നടക്കണ്. തനിക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരുള്ളൂ. താൻ അതിന് ഡിവോഴ്സ് തന്നിട്ട് പോയാൽ മതി. താൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇല്ലേ ഞാൻ ഇപ്പൊ കുഴപ്പളത്തോട്ട് പോണു. കുഴപ്പളത്ത് പോയിട്ട് അവിടെ ഞാൻ കത്തിക്കൂടോ. തനിക്കെന്താ ഡിവോഴ്സ് അല്ലേ? ഡിവോഴ്സ് എടുത്താല് എന്റെ ചേച്ചിയെ കെട്ടാനേ, എന്റെ തങ്കമ്മയുള്ള ചേച്ചിയെ കെട്ടാൻ കിൻഡൽ അടക്കണ നാട്ടുകാർ അടക്കണോടോ, അല്ല വീട്ടുകാർ അടക്കണോടോ. ക്യൂ നിൽക്കും, ഇപ്പോഴും ക്യൂ നിൽക്കും. കാണാൻ എനിക്ക് കാണിച്ചു തരാടോ, കാണിച്ചു തരാം. എന്നിട്ട് തന്നെ ഞാൻ സദ്യക്ക് വിളിക്കും. താൻ അവിടുന്ന് ഇങ്ങോട്ട് നാട്ടിൽ കാലുകുത്തുന്ന അന്ന് തന്നെ കാലിയെ തല്ലി വിളിക്കും. വെയ്യടോ വെയ് പിടി. എന്തായാലും കുഴപ്പിള്ളത്ത് പോയിട്ടൊന്ന് കുഴപ്പിള്ളം കത്തിച്ചിട്ടാണ് വൈകാര്യം. ഞാൻ എപ്പോഴും കുടുംബജീവിതം നശിക്കൂന്ന്. എന്തിനാ വിളിച്ചു പറയുന്നത്? അവൻ വരട്ടിങ്ങോട്ട് നാട്ടിൽ കാല് കുത്തുന്ന നെടുമ്പാശ്ശേരി താണ്ടൂല. എയർപോർട്ടിൽ ഇട്ട് തല്ലി ഞാൻ തല്ലി ഒടിക്കാൻ ഞാൻ കാല് കുഴപ്പമുള്ളത്തോട്ട് ഇഴഞ്ഞു പോവും. കേശുവേ, നിന്റെ തുള്ളൽ ഇവിടെ നിർത്തിക്കോ. നീ എന്നിട്ട് സിദ്ധുവിനെ വിളിച്ച് സോറി പറ. പിന്നല്ലാണ്ട് സിദ്ധുവിനെ വിളിച്ച് സോറി പറയണം. അല്ലെങ്കിൽ ആ ചെറുക്കൻ ഡിവോഴ്സ് തരും. ഡിവോഴ്സ് ചെയ്ത് തരും? അപ്പൊ ചേച്ചിക്ക് ഡിവോഴ്സ് വേണ്ടേ? എന്ത് കാര്യത്തിന്? ചേച്ചി ഇപ്പൊ കുഴിപ്പുറത്തോട്ട് പോവല്ലേ? കുഴിപ്പുറത്തേക്ക് പോവാ. അവിടുത്തെ അച്ഛനും അമ്മേനെയും കണ്ടു കൊടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും. നിങ്ങളുടെ പോയിട്ട് ഞാൻ തിരിച്ചിങ്ങ് വരില്ലേ? സിദ്ധുവിനെ വിളിച്ച് സോറി പറ. സിദ്ധുവിനെ വിളിക്കാ. എന്നിട്ട് പറ ഇതൊക്കെ വെറുതെ പറഞ്ഞാന്ന്. എടാ വിളിച്ച് പറയടാ. ഒന്നാമത്തെ ആ ചെറുക്കന്റെ ഒറ്റ ബുദ്ധിയാണ്. പറഞ്ഞ ഉടനെ ഡിവോഴ്സ് ഒപ്പം കിട്ടി തരും. അപ്പൊ ചുമ്മാ ഷോ കളിച്ചു തരുന്ന വിളിക്കടാ. ഹലോ അളിയ. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അല്ല പിന്നെ വെറുതെ ഷോ ഞാൻ പറഞ്ഞ നമ്പർ ഏറ്റോന്നാ ഇവിടെ കിടന്ന് ഉരുവി വെന്ത് നിക്കണ്. ഡിവോഴ്സ് എന്ന് കേട്ടപ്പോഴത്തേന് ഇവിടെ ചത്ത്. ശരിയല്ല, ഞാൻ വിളിക്കാം. അല്ലെ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിനെങ്ങനെ ഡിവോഴ്സ് ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ? ഓ തന്നെ തങ്കം പോലുള്ള തന്നെ. ശരി ശരി. ഇച്ചിരിങ്ങനെ ഉൾപ്പുണ്ടോ ഇത്ര ഷോ കാണിക്കാൻ? രണ്ടും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നല്ലേ? ശിവനെ പിടി. പാവാണ് അളിയനായോണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.